ഡ്രസ് കൊടുക്കേണ്ടി വരും, ഞങ്ങൾ തിരിച്ചു കൊടുക്കണം. അല്ല ഇതല്ല അങ്ങനല്ല, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ കയറി വലിയ പ്രാസംഗികാന്നും പറഞ്ഞാണ് ഇത് വോട്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടത്. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിനെക്കാട്ടും നല്ല സംസാരിക്കാൻ കേട്ട പലരെയും സ്റ്റേജ് ബോധം കിട്ടി വേണ്ടി ഞാൻ തന്നെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇത് സ്റ്റേജല്ലല്ലോ, ബിഗ് ബോസ് ഹൗസ് അല്ലേ. അടുത്ത പ്രാവശ്യം ഞാൻ ഒരു പ്രസംഗം പങ്കെടുക്കും. വീട്ടുകാർക്ക് വേണ്ടി വസ്ത്രം സ്വന്തം ഒരാൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ കഴിയും, വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. പാട്ടുണ്ടാക്കും, പിന്നെ വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞു. 100 പോയിന്റ്സ് ഉണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അത് ലൈഫ് ലൈക്ക് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നല്ലേ? ശരി, നിങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നല്ലേ? നിങ്ങളുടെ അപ്പുറത്തിപ്പുറത്ത് നടുവേരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ സോപ്പിടാൻ വേണ്ടി നടത്തി, അങ്ങനെ നോമിനേറ്റ് ചെയ്താലോ? ശ്രദ്ധിക്കുക, ഈ ഡിബേറ്റിൽ 3 റൗണ്ടിലും വിജയിച്ചത് ആരൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ തീരുമാനിക്കുക. ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടവർ തന്നെ തീരുമാനിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അതിനകത്ത് ഈ കളി ഞങ്ങൾ യോഗ്യത ഉണ്ടായിരുന്നു പോകാൻ കഴിയാത്ത നിർഭാഗ്യവരായ ഞാനൊക്കെ മാറി. അതെ, മത്സരാർത്ഥികൾക്ക് അവകാശം ഇല്ല, കാണുന്നവർക്കാണ് അവകാശം. നിങ്ങൾ ഇഷ്ടമുള്ള തെരഞ്ഞെടുത്ത് വിടും, നിങ്ങൾക്ക് യോഗ്യത തോന്നിയവരെ. അല്ല, 3 പേരാണ് ഇവിടെ തെരഞ്ഞെടുത്ത് വിട്ടത്. 3 പേര് മത്സരിച്ചവർ സോഫയുടെ ഒരു വശത്തിരിക്കുക. ഞാനൊക്കെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇവിടെ സോഫയുടെ ഒരു വശത്ത് നമുക്ക് അടുത്ത പിടിക്കാം. ഇവന് ഞാൻ ഇനി ചെസ് മത്സരം പ്രശ്നമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമാണ്. എന്റെ കാലാളിനെ നീ വെട്ടിയല്ലേടാ. ബിൻസി ആരൊക്കെയായിരുന്നു തെരഞ്ഞെടുത്ത് വിട്ട കമ്മിറ്റി? ഇപ്പം ഷാനവാസ് ഉണ്ട്, ബിൻസി, ഷാനവാസ് വേറെ ഞങ്ങൾ വെട്ടി. ദുഃഖമുണ്ട്. നമുക്കിപ്പോ പറയാമോ? ജിസയിലായിട്ടല്ലേ മത്സരിച്ചത്, അപ്പൊ അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഇരിക്കാം. അതേപോലെ ഒനിയില് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ആര്യന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇവിടെ ഇരിക്കും. ക്യാപ്റ്റൻ, ആദ്യത്തെ 2 പേരെ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വിളിച്ചു നിർത്തൂ. എന്നിട്ട് അതിലെ വിജയിയെ പ്രഖ്യാപിക്കൂ. എല്ലാവരോടും ചർച്ച ചെയ്ത്. ശരി ബിഗ് ബോസ്. ഞാൻ എല്ലായ്പ്പോഴും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ബിഗ് ബോസ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട്, ജിസയിലും അതുപോലെ തന്നെ നെവിനും. ഓക്കെ, അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള, വളരെ വാക്ചാതുരി ഇനി ഇത് വളച്ചൊടിച്ച് വേറെ നിയമാവലി ബിഗ് ബോസ് പറഞ്ഞു. ഇനി ഇവര് പറയും. വളരെ സുന്ദരമായ വാക്ചാതുരികളോടെ ഇവർ സംസാരിച്ചു, മനോഹരമായിരുന്നു, കയ്യടി അർഹിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചു. സോ ജിസയിലിന് വോട്ട് ചെയ്യുന്നവര് കൈ പൊന്തിക്കാം. ജിസയിലിന് വോട്ട് ചെയ്യുന്നവർ 1 2 3 4 5. ഓക്കെ, 1 2 3 4 5 6 വോട്ടല്ലേ ഉള്ളൂ. ശരി, നെവിന് വോട്ട് ചെയ്യുന്നവർ
രണ്ടിടത്തിൽ പൊക്കണം 1 2 3 4 5 6 7 8 9 10. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഒരു കടുത്ത മത്സരത്തിനൊടുവിൽ നെവിൻ വിജയിച്ചിരിക്കുന്നു. തോറ്റ സ്ഥാനാർത്ഥിക്കും അഭിനന്ദനങ്ങൾ. നെവിൻ, അഭിനന്ദനങ്ങൾ. അപ്പൊ അടുത്ത ആൾക്കാർ വരും. ടാസ്ക് ജയിച്ചില്ലല്ലോ, ടാസ്ക് ഞാനാണ് ജയിച്ചത്. ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച അല്ലല്ല ഇവിടെ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു അപ്പൊ ഇതാ രണ്ടാമത്തെ കണ്ടസ്റ്റൻസ് എത്തിയിരിക്കുകയാണ്. വളരെ സുന്ദരമായിട്ട് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ശാരികയ്ക്ക് വോട്ട് ചെയ്യുന്നവർ കൈ പൊന്തിക്കുക. ശാരികയ്ക്ക് ഒന്ന് 2 3 4 5 6. ശാരികയ്ക്ക് 6 വോട്ട്. ആദില അന്നൂറ 1 2 3 4 5 6 7 8 9 10. അതാ രണ്ടാമത്തെ മത്സരത്തിൽ ആദില അന്നൂറ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ആദില അന്നൂറ. തോറ്റ സ്ഥാനാർത്ഥിക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത മത്സരാർത്ഥികൾ ആദിലയ്ക്കും നൂറയ്ക്കും അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ കണ്ടസ്റ്റൻസ് എത്തിയിരിക്കുകയാണ്. പൊരിഞ്ഞ പോരായിരുന്നു. അതാ എത്തി ആര്യനും ഒനീലും. ഒനീലിന് വേണ്ടി കൈ പൊക്കുന്നവർ കൈ ഉയർത്തുക. ഒനീലിന് വേണ്ടി ഒനീൽ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരുടെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട അവർക്ക് വേണ്ടി കൈ ഉയർത്തുക. ശരി, എത്ര വോട്ടുണ്ട് ഒനീലിന്? 1 2 3 4 5. ഒനീലിന് വേണ്ടി കൈപ്പൊക്കിയിരിക്കുന്നു. രഞ്ജിത്താട്ടാ, ഒനീലിന് വേണ്ടിയിട്ടാണോ? 1 2 3 4 5. 5 വോട്ടുകൾ ഒനീലിന്. ആര്യന് വേണ്ടി കൈ ഉയർത്തുന്നവർ സംശയാതീതമായി ആര്യൻ വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സംശയങ്ങൾക്ക് അതീതമായി ആര്യൻ വിജയിച്ചിരിക്കുന്നു. ആര്യൻ, അഭിനന്ദനങ്ങൾ. അപ്പോ ആര്യൻ കൺഗ്രാറ്റുലേഷൻ. ഒനിൽ വെൽ പ്ലേഡ്. എല്ലാവരും ഇരിക്കൂ. നമ്മള് ഏട്ടനെ കൈപൊക്കാൻ കൂടിയും പാടില്ല. എന്നിട്ട് ഏട്ടനെ കൈപൊക്കിയത് ഞങ്ങൾ കൈപൊക്കിയാലും ആരും ജയിക്കും. അത് അല്ല, ഞാൻ പറഞ്ഞിട്ടാ. ഞാൻ എന്താ പറഞ്ഞത് കേട്ടോ, ഇത് കേട്ടോ. നീ ഡിസ്കസിംഗ് ആള് ജയിക്കാം. പിന്നെ ഒരു ഡിബേറ്റ് വന്ന അന്ന് നീ നന്നായി ഗെയിം കളിച്ചു, നന്നായി സംസാരിക്കുകയും ചെയ്തു. നിന്റെ വന്ന ആ സെക്കൻഡ് മുതൽ നിന്റെ എഴുതുകൊണ്ട് നിന്റെ ആർക്കും പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുമില്ല. പക്ഷെ ഇദ്ദേഹം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അത്രയും സമയം കിച്ചണിൽ നിന്നു. അദ്ദേഹത്തിനെ കൈ അടിച്ചത് കൊണ്ടോ അദ്ദേഹത്തിനെ കൈ പൊക്കിയത് കൊണ്ടോ അദ്ദേഹത്തിന് ജയിക്കണമെന്നോ അദ്ദേഹത്തിന് ബാഡ്ജ് കിട്ടണമെന്നോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓണിയിലൊക്കെ പൊക്കിയത്. ഡിസർവിംഗ് ആയിട്ടുള്ള ആള് നിങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്തില്ലേ ഡിസർവിംഗ് അല്ലാന്ന് ഫസ്റ്റ് നാലാൾ കൈപൊക്കിയുണ്ട്. ഞാനിവിടുത്തെ 2:30 ഞാൻ അവിടെ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ മറ്റേ എന്താ പറയാ ഇവിടുത്തെ ഒരു അത് താല്പര്യമില്ല. മറ്റേ ഇവിടെ കിട്ടുമല്ലോ, നമുക്ക് ഇനി ഓപ്ഷൻ ഉണ്ടല്ലോ. എന്താണ് അല്ല, എന്റെ ഒരു തന്ത്രം എനിക്ക് അറിഞ്ഞൂടാത്ത ബുദ്ധിമല്ലോ. എന്താ
അല്ല അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞോളൂ ശ്രദ്ധിക്കുക. അവിടെയും തെറ്റുണ്ട്. അവൻ ഇപ്പോ കണ്ട കാഴ്ചപ്പാട് തിരിച്ചു കൊടുത്തപ്പോൾ എന്റെ കാര്യത്തിലും തെറ്റുണ്ട്. എന്റെ കാഴ്ചപ്പാടില് അവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന്, അവർക്ക് മലയാളം അറിയാത്തതിന്റെ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്ന് അവർ മാക്സിമം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് മലയാളം നന്നായിട്ട് അറിയുന്നുള്ളൊരു സാധനം, നിനക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു സാധനം അതില് നിനക്ക് ഞാൻ വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ചെയ്തോളൂ. അതിന് ദേശീയ കാര്യമല്ല. പ്ലീസ്, നീ അല്ലെങ്കിലും ജയിക്കും. ഇത് പറയണ്ട, അതായത് ഇവിടെ ആര് പെർഫോമൻസിന് കൊടുത്താൽ മതി. കാരണം ഇവന് ജന്മം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല. ഇനി പഠിച്ച് ഞാനേ ടാസ്ക് സ്പെസിഫിക് ആയിട്ട് മാത്രമാണ് എന്റെ ആർഗ്യുമെന്റ്സ് ഇട്ടത്. പേഴ്സണൽ എനിക്ക് പറഞ്ഞ ഇഷ്ടമല്ല, ടാസ്ക് സ്പെസിഫിക്. അപ്പൊ ഇവന് ഇത് ഡിസർവിംഗ് ആണ് എന്റെ അഭിപ്രായത്തിൽ. ഓക്കെ, പിന്നെ നമ്മൾ വാദിച്ചേ പറ്റൂ, അതുകൊണ്ട് വാദിച്ചു. അല്ല, ഡിസർവിംഗ് ആയതുകൊണ്ടാണ് അത് അവന് കിട്ടിയത്. അതല്ലാന്ന് തെളിയിക്കലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ. അതാണ് ടാസ്ക്. അത് പക്ഷെ നമ്മള് ഡിസർവിംഗ് ആണെന്ന് പറയുന്ന കാര്യമില്ല. അവന് അങ്ങനെയല്ലേ ആ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ ഡിസർവിംഗ് ആയതുകൊണ്ട് അവന് ബാൻഡ് കിട്ടി. ആ വാദം വേണ്ടത്ര പോരായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ ടാസ്കിൽ ജയിച്ചത്. ടാസ്ക് സ്പെസിഫിക് ആയിട്ട് മാത്രമേ വാദിക്കാൻ പറ്റുള്ളൂ, പേഴ്സണലി ആക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് ഈ ബാൻഡ് എനിക്ക് അറിയിക്കുന്നു എന്ന് പറയാം. അവന് 19 സെക്കൻഡിന്റെ കേസ് മനസ്സിലായി. ഇപ്പൊ ഇയാള് പറഞ്ഞില്ലേ, ഇവൻ മറ്റേ ഞാൻ തെരഞ്ഞെടുത്ത ആള് പോയിട്ട് ആ സാധനം എടുത്തതിന്റെ പേര് ഞാൻ എവിക്ഷനിൽ നോമിനേറ്റ് പെട്ടു. അത് പറയുമ്പോ അവൻ അതിന്റെ കൗണ്ടറും പറഞ്ഞു. അവൻ ആദ്യം സമ്മതിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ. അപ്പൊ അവൻ പറഞ്ഞതിലൊക്കെ ആ വാദം പൊളിഞ്ഞു. അങ്ങനെ എല്ലാ വാദങ്ങളും അവൻ പൊളിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് തെളിയിക്കണം. മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ടാസ്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം അങ്ങനല്ല, അവൻ പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. ജയിച്ചാൻ മിണ്ടരുത് ഇവിടെ, തോറ്റവർക്ക് സംസാരിക്കാം. അല്ല, ഒനീല് ഒനീല് ഇപ്പൊ പറഞ്ഞ പോയിന്റ് തോന്നി. അതായത് അവൻ ഓൾറെഡി ഡിസർവിംഗ് ആയതുകൊണ്ടാണ് അത് കിട്ടിയത്. പിന്നെ നമ്മൾ എത്ര പറ്റും കാര്യമില്ല. അതല്ല, കാരണം നമ്മൾ ഡിസർവിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഈ ടാസ്ക് അവനെ പൊളിക്കുക, ഏത് വെന്തേനും അവനെ പൊളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് കുറച്ച് വീക്കായി. എനിക്ക് പറയാൻ വേണ്ടിയുള്ള കാരണങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് ഒപ്പോണന്റ് ആയിട്ട് എടുക്കുമ്പോൾ അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തവരെ വിട്ടിരുന്നെങ്കിൽ അവർക്ക് പോയിന്റ്സ് കൂടുതൽ പറയാമായിരുന്നു അതിനെ ബേസ് ചെയ്ത്. പക്ഷെ ചേട്ടൻ കൂടുതൽ കിച്ചണിൽ കളിച്ചുകൊണ്ട് അവരുമായിട്ട് അത്രയും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. കിച്ചണും ബാത്റൂമും ക്ലീനിങ്ങും ഒന്നല്ല, ഇതെല്ലാം ഒരുമിച്ച് എല്ലാവരും ജോലിയാണ്. നാളെ ഞാനും ഫൈറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ബിന്നി, മൈക്ക് ശരിയായി ധരിക്കുക. എല്ലാവരും ഇരിക്കുക. ക്യാപ്റ്റൻ, എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബിഗ് ബോസ് റന വാഷ്റൂമിൽ പോയിക്കാണ്. അർജൻസി ഉള്ളത് കൊണ്ടാണ് സമ്മതിച്ചത്. ഇപ്പൊ വരും. ബിഗ് ബോസ് ഒരു 1 മിനിറ്റ് അലൗ ചെയ്യണം. 1 മിനിറ്റ് ഇതുകൊണ്ട് ഞാൻ നാണം കിടില്ല. എങ്കിൽ ആ 1 മിനിറ്റ് കൊണ്ട് ക്യാപ്റ്റൻ സ്റ്റോർ റൂം വരെ ഒന്ന് പോകൂ. താങ്ക് യു ബിഗ് ബോസ്. ടെൻഷൻ ആക്കല്ലേ ബിഗ് ബോസ്, ടെൻഷൻ ആക്കല്ലേ. ഇവരുടെ പെട്ടിയായിരിക്കും.
ഇതിന് ഞാൻ പണി കൊടുക്കും. ഇവരെ പറ്റിയായിരിക്കും അവനെന്തൊരു കഴിക്കാൻ കിട്ടുന്ന പോലെയാണ് ചിരിച്ചോണ്ട് ആഹ്ലാദിച്ചോണ്ട്. ഇപ്പൊ ഞാൻ പോയാലും നിങ്ങൾ ഇത് തന്നെയല്ലേ എന്റെ അടുത്ത് പറയാറുള്ളത്? നിനക്ക് ചിരിക്കാലോ, നിന്റെ പറ്റിയല്ലേ, ഫെയർ ആണെങ്കിൽ അവനൊന്നുമില്ലല്ലോ. ഫെയർ ആണെങ്കിൽ ഞാൻ ഫെയർ ആയിരിക്കും.